45 വർഷം മാത്രം പഴക്കമുള്ള ഒരു പാർട്ടിയാണ് BJP. 1980 ഏപ്രിൽ മാസത്തിലാണ് BJPക്ക് രൂപം നൽകുന്നത്. 1980 മെയ് മാസത്തിൽ ജനിച്ച നിതിൻ നാബിൻ BJPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായിട്ട് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു BJPയുടെ മൂവ്മെന്റ് ആണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. 5 പ്രാവശ്യം ബീഹാറിൽ MLA ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ നിതിൻ നാബിൻ എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്നത് ഒരു 100 വയസ്സെത്താറായിട്ടുള്ള ഒരു മല്ലികാർജുൻ ഖാർഗെയാണ്. BJP എന്ന പാർട്ടിക്കാണ് പ്രസക്തി, വ്യക്തിക്കല്ല. BJPക്ക് ഭയപ്പെടേണ്ടതില്ല. കാരണം BJPയെ സംബന്ധിച്ച് BJPക്ക് വേണ്ടി RSS ഒരുപാട് ചെറുപ്പക്കാരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയുടെ ചിന്തകളും ചിന്താധാരകളും BJPയിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി BJP ഒരു പുതിയ പാർട്ടിയായിട്ട് തന്നെ മാറും. കോൺഗ്രസിനെ ഫൈറ്റ് ചെയ്യാൻ പോലും അവസരം കൊടുക്കാത്തുള്ള വളരെ ചടുലമായിട്ടുള്ള BJPയുടെ ഒരു നീക്കമായിരുന്നു ഇത്. നമസ്കാരം. നിതിൻ നബീൻ BJPയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? 45 വർഷം മാത്രം പഴക്കമുള്ള ഒരു പാർട്ടിയാണ് BJP. 1980 ഏപ്രിൽ മാസത്തിലാണ് BJPക്ക് രൂപം നൽകുന്നത്. 1980 മെയ് മാസത്തിൽ ജനിച്ച നിതിൻ നാബിൻ BJPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായിട്ട് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു BJPയുടെ മൂവ്മെന്റ് ആണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വയസ്സ് എത്രയാണ്? 55 വയസ്സാണ്. രാഹുൽ ഗാന്ധിയേക്കാൾ 10 വയസ്സ് കുറവുള്ള നിതിൻ നാബിൻ ഇപ്പോൾ BJPയുടെ അഖിലേന്ത്യാ വർക്കിംഗ് അധ്യക്ഷനായിട്ട് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് BJPയെ സംബന്ധിച്ചിട്ട് ഭാവിയിലേക്കുള്ള വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. 5 പ്രാവശ്യം ബീഹാറിൽ MLA ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ നിതിൻ നാബിൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ ബീഹാർ ഘടകത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഛത്തീസ്ഗഡിൽ ഇലക്ഷന്റെ ഇൻചാർജ് ആയിരുന്നു ശ്രീ നിതിൻ നാബിൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പല കീ റോളുകളിലും ഇരുന്നിട്ടുള്ള, തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള, വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള, മിലേനിയം ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള, അതറിയാലോ 80 വയസ്സുകൾക്ക് ശേഷമുള്ള ആളുകളുടെ മില്ലേനിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ആ ഗണത്തിൽപ്പെട്ടിട്ടുള്ള പുതിയ യൗവനത്തിന്റെ ചിന്താധാരകൾ മനസ്സിലേറ്റുന്ന ഒരു ചെറുപ്പക്കാരൻ BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ട് വരുന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് തന്നെ ഏറെ പ്രതീക്ഷകൾ നൽകുന്നു എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. യുവാക്കൾ BJPയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന തരത്തിലൊക്കെയുള്ള ഒരുപാട് ആക്ഷേപം BJPക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു സമയത്താണ് ഇതുപോലെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ BJP നടത്തിയിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്നത് ഒരു 100 വയസ്സെത്താറായിട്ടുള്ള ഒരു മല്ലികാർജുൻ ഖാർഗെയാണ് പ്രസിഡന്റായിട്ടിരിക്കുന്നത്. എന്താ കോൺഗ്രസിനകത്ത് ചെറുപ്പക്കാരില്ലേ? അവസരം കൊടുക്കാത്തത്. BJP നമ്മൾ ഈ ഒരു വിഷയത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നറിയോ? BJP എന്ന പാർട്ടിക്കാണ് പ്രസക്തി, വ്യക്തിക്കല്ല. കാര്യം നരേന്ദ്രമോദി എന്ന് പറയുന്ന വലിയൊരു ഫിഗർ BJPയുടെ തലപ്പത്തുണ്ട്, BJPക്ക് ഉയർത്തി കാണിക്കാൻ ഉണ്ട് എങ്കിൽ തന്നെയും BJPയെ സംബന്ധിച്ചിട്ട് BJP പ്രാധാന്യം നൽകുന്നത് എപ്പോഴും BJPക്ക് തന്നെയാണ്. BJP എന്ന ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അത് ഒരു ഗാന്ധി ഫാമിലിയിലേക്ക് അവസാനിക്കുകയാണ്, ഗാന്ധി കുടുംബത്തിലേക്ക് അവസാനിക്കുകയാണ്. ഗാന്ധി കുടുംബത്തോടൊക്കെ ഒരുപാട് ബഹുമാനവും സ്നേഹവും ഒക്കെ ഇന്ത്യക്കാർക്കുണ്ട്. അത് ജവഹർലാൽ നെഹ്റുവിനോടും ഇന്ദിരാഗാന്ധിയോടും രാജീവ് ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും ഒക്കെയുള്ള സ്നേഹമാണ്. പക്ഷേ അതിനനുസരിച്ചിട്ട് പുതിയ തലമുറയിലുള്ള രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന ചെറിയൊരു സംശയം ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു ചോദ്യമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം, അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ഒരു പാർട്ട് ടൈം ആയിട്ടാണ് പൊളിറ്റിക്സിനെ കാണുന്നത്, ഒരു ഫുൾ ടൈം ആയിട്ട് കാണുന്നില്ല. നേരത്തെ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഒക്കെ 24/7 അത് പൊളിറ്റിക്സ് തന്നെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നും കോൺഗ്രസ് ഒരുപാട് മാറിയിരിക്കുന്നു. ഇതൊരു പാർട്ട് ടൈം പൊളിറ്റിക്സിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പോകുന്ന സമയത്ത് നാഥനില്ല കളരിയായി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു കോൺഗ്രസ് നിൽക്കുന്ന സമയത്ത് പലപ്പോഴും പല വ്യക്തികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഗതികേടിലേക്ക് കൂടി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പോകുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കോൺഗ്രസിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് 45 വയസ്സിന്റെ
കരുത്തുമായിട്ട് നിതിൻ നാബിൻ എന്ന ചെറുപ്പക്കാരൻ BJPയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPയുടെ വർക്കിംഗ് പ്രസിഡന്റായിട്ട്, അത് നാഷണൽ വർക്കിംഗ് പ്രസിഡന്റായിട്ട് ഇമ്മീഡിയറ്റ് എഫക്റ്റോടിലാണ് അദ്ദേഹം അപ്പോയിന്റ് ആയിരിക്കുന്നത്. ഒരാൾ പോലും ഈ പേരിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. എല്ലാവരും പറയുന്ന ഫട്നാവിസ് ആവും എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് BJPയുടെ അടുത്ത ദേശീയ അധ്യക്ഷൻ. പക്ഷേ ഇത് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് BJP ഓരോ ദിവസവും. കാരണം പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന ചർച്ചകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഇവർ ഇനിയും അണിയറയിൽ ഒരുപാട് ആളുകളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. BJPക്ക് ഭയപ്പെടേണ്ടതില്ല. കാരണം BJPയെ സംബന്ധിച്ച് BJPക്ക് വേണ്ടി RSS ഒരുപാട് ചെറുപ്പക്കാരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിലല്ലേ നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് കടന്നു വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനു മുമ്പ് ഒരു 30 വർഷം മുമ്പ് നരേന്ദ്രമോദിയെ ഇന്ത്യ അറിയുമായിരുന്നോ? പക്ഷെ 30 വർഷം മുമ്പും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇന്ത്യ അറിയുമായിരുന്നു. അത് രാജീവ് ഗാന്ധിയുടെ മകൻ എന്നുള്ള രീതിയിലും മകൾ എന്നുള്ള രീതിയിലുമായിരുന്നു. സോണിയാഗാന്ധി അറിയുമായിരുന്നു. അത് രാജീവ് ഗാന്ധിയുടെ ഭാര്യ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക അല്ലെങ്കിൽ ഇത് ഹൈക്കമാൻഡ് എന്നുള്ള രീതിയിൽ തന്നെ ഇന്ത്യക്കാർക്ക് അറിയാമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടക്കാനായിട്ട് ആർക്ക് സാധിച്ചു? നരേന്ദ്രമോദിക്ക് സാധിച്ചില്ലേ? വെറും 30 വർഷം കൊണ്ട്. അത് BJPയുടെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമാണ് അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ RSSന്റെ ഒരു സപ്പോർട്ട്. BJPയെ തളയ്ക്കാൻ ഈ നൂറ്റാണ്ടിൽ കോൺഗ്രസിന് സാധിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഈ നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 2025 ഈ 2100 എത്തിയാലും BJPയെ ഇല്ലായ്മ ചെയ്യുവാൻ അല്ലെങ്കിൽ BJPയെ ഒരു തവണയെങ്കിലും തോൽപ്പിച്ച് ആ പാർലമെന്റിലേക്ക് കയറിപ്പോയി ചെങ്കോട്ടയിൽ കൊടി ഉയർത്താനായിട്ട് കോൺഗ്രസിന് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ഫുൾ ടൈം പൊളിറ്റിക്സിലേക്ക് എന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരുന്നോ, അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസ് ഗാന്ധി കുടുംബത്തിൽ നിന്നും മാറിക്കൊണ്ട് പുതിയ രാഷ്ട്രീയ നേതൃത്വത്തെ കണ്ടെത്തണം. കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടും. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ടുള്ള രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, അതിന് താഴേക്ക് വരുമ്പോഴത്തേക്ക് KC വേണുഗോപാൽ, ഈ 4 പേരിലുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് ചുരുങ്ങുന്നിടത്താണ് പ്രശ്നം. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ വികാരമാണ്. ആ കോൺഗ്രസ് എന്ന ദേശീയ വികാരത്തിന് കോൺഗ്രസിന്റെ അകത്തു നിന്ന് തന്നെ ഒരു നേതൃത്വം ഉയർന്നു വരേണ്ടതുണ്ട്. അത് വിമർശനാത്മകമായിട്ടുള്ള പൊളിറ്റിക്സ് കോൺഗ്രസിന് ആവശ്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നു. ആരെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നേരെ എടുത്ത് പുറത്തേക്കിടുന്നൊരു സമീപനം കൂടി കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബീഹാറിലെ ഒരു മുൻ MLAയുടെ മകനെ BJPയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് BJPയുടെ ദേശീയ അധ്യക്ഷനാകാനായിട്ട് ഏതൊരു സാധാരണ പ്രവർത്തകനും സാധിക്കും എന്നാണ് അതിനർത്ഥം. കോൺഗ്രസിന് കേരളത്തിൽ നിന്നൊരു ദേശീയ പ്രസിഡന്റ് ഉണ്ടാവുമെന്ന് ഇനി ചിന്തിക്കാൻ പറ്റുമോ? കോൺഗ്രസിന് ഇനി തമിഴ്നാട്ടിൽ നിന്നൊരു പ്രസിഡന്റ് ഉണ്ടാവുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? കേരളത്തിൽ നിന്ന് കോൺഗ്രസിന് പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് കോൺഗ്രസിന് പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കോൺഗ്രസിന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിന് ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് ഒരു പ്രസിഡന്റ് ഉണ്ടാവുന്നില്ല? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിലൊക്കെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാനായിട്ട് ആർക്കും സാധിക്കുമായിരുന്നു. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് ഇന്ന് നെഹ്റു കുടുംബമില്ലാതെ മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? പണ്ട് മുതൽ ഇപ്പൊ പറയുന്ന യുവാക്കൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു കാലം കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനത്തെ രീതിയിലോട്ട് അതപ്പതിച്ചത്? അതായത് ഗാന്ധി കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിന് മുൻപോട്ട് പോകാൻ സാധിക്കൂ എന്ന ഒരു തെറ്റായ ധാരണയാണത്. ഇപ്പൊ ഞാൻ പറട്ടെ, മഹാത്മാഗാന്ധിയുടെ മകൻ, കൊച്ചുമകൻ തുഷാർ ഗാന്ധി കേരളത്തിലൊക്കെ ഇടയ്ക്ക് വന്നു പോകുന്നതാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ കിട്ടുന്ന ഒരു പ്രാധാന്യം അദ്ദേഹത്തിന് കിട്ടാതെ പോകുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് പടപൊരുതിയ അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നയിച്ച ഒരു നമ്മുടെ രാഷ്ട്രപിതാവല്ലേ മഹാത്മാഗാന്ധിയെ കുറിച്ച് കോൺഗ്രസ്സുകാരും വാദോരാതെ പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്താണ് തുഷാർ ഗാന്ധിക്ക് വേണ്ട പരിഗണന കിട്ടാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് തുഷാർ ഗാന്ധി ഒരു അധികാര കേന്ദ്രമായിട്ട് മാറാത്തത്? ആലോചിച്ച് നോക്കി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയോ ഈ RSS പറയുന്നത് പോലെ ഗാന്ധി കുടുംബത്തിനകത്ത് ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. പക്ഷെ ഇവിടെ ഏതൊരു സാധാരണക്കാരനും, അത് ഓരോ BJPയുടെ പ്രവർത്തകർക്കും കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം ഒരുപക്ഷെ നാളെ നമ്മളിരിക്കുന്ന തൃക്കാക്കരയിൽ നിന്ന് ഒരു BJPക്ക് ഒരു ദേശീയ പ്രസിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അവരുടെ പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന രീതിയിലുള്ള ഒരു തീരുമാനമല്ലേ ഇത്? കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? കേരളത്തിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു ഹൈബി ഈഡനെ AICCയുടെ പ്രസിഡന്റ് ആക്കാനായിട്ട് സാധിക്കുമോ?
ഓക്കെ, ഹൈബിയുടെ മൈനോറിറ്റിയിൽപ്പെട്ട ആളാണ്. അത് മൈനോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളാണ്. വേറെ ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ. PC വിശ്വനാഥിനെ AICCയുടെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി പറ്റുമോ? പോട്ടെ, തമിഴ്നാട്ടിൽ നിന്ന് ആരെങ്കിലും ആക്കാൻ പറ്റുമോ? കർണാടകയിൽ നിന്ന് DK ശിവകുമാറിനെ കോൺഗ്രസിന് ദേശീയ പ്രസിഡന്റ് ആക്കാനായിട്ട് ധൈര്യമുണ്ടോ കോൺഗ്രസിന്? പക്ഷേ ഇത് സാധാരണക്കാരനായിട്ടുള്ള ഒരു MLA മകനെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായിട്ട് നിയമിക്കുമ്പോൾ അത് BJPക്ക് പകരുന്ന ഒരു ആവേശം ചെറുതല്ല. പുതിയ തലമുറയുടെ ചിന്താധാരകളും BJPയിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി BJP ഒരു പുതിയ പാർട്ടിയായിട്ട് തന്നെ മാറും. ന്യൂ ജെൻസിന്റെ പാർട്ടിയായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. ഈ യുവാക്കളെ കൂടെ നിർത്തുന്നത് കൊണ്ട് ഇനിയും പുതിയ പുതിയ മെത്തേഡുകൾ അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്ന സമയങ്ങളിൽ ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആണല്ലോ കൂടുതലും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു തന്ത്രമാണ് എന്ന് തോന്നുന്നുണ്ടോ ഇതിന്? ഇത് തന്ത്രമല്ലെന്ന്, ഇത് അവരുടെ ഒരു പ്ലാനാണ്, കൃത്യമായിട്ടൊരു വിഷനാണ് അവരുടെ. കാരണം കോൺഗ്രസിന് എന്തുകൊണ്ടെങ്കിൽ അതൊരു വിഷയം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല. കാരണം കോൺഗ്രസിന് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ 45 വയസ്സായിരിക്കും പ്രായം. ആ 45 വയസ്സുള്ള യൂത്ത് കോൺഗ്രസിന്റെ, എനിക്ക് 35 വയസ്സാണെന്ന് തോന്നുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രായപരിധി. ഒരുപക്ഷെ 45 വയസ്സുള്ള ആളായിരിക്കുന്ന ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ടിരിക്കുന്നത്. പക്ഷെ ആ സ്ഥലത്തേക്കാണ് 45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ BJPയുടെ ദേശീയ വർക്കിംഗ് അധ്യക്ഷനായിട്ട് കൊണ്ടുവരുന്നത്. അത് BJPയെ സംബന്ധിച്ച് നിസാര നേട്ടമല്ല ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, നിസാര ചലനങ്ങളല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ജെൻസിനോട് തെരുവിലിറങ്ങി വോട്ട് ചോറിക്കെതിരെ സമരം നടത്താൻ ആഹ്വാനം ചെയ്ത രാഹുൽ ഗാന്ധി ഈ നിയമനത്തോട് എങ്ങനെ പ്രതികരിക്കും എന്നുകൂടി നോക്കി കാണേണ്ടതുണ്ട്. ധൈര്യമുണ്ടോ രാഹുൽ ഗാന്ധിയേക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ ഈ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ട് കൊണ്ടുവരാനായിട്ട്? 45 വേണ്ട, 50 വയസ്സുള്ള ആളെ കൊണ്ടുവരട്ടെ. 50 വയസ്സുള്ള ഇഷ്ടം പോലെ ചെറുപ്പക്കാരുണ്ട്, പാർലമെന്റിന്റെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്, കൊണ്ടുവരട്ടെന്നേ. കാരണം ഏതൊക്കെയായാലും കോൺഗ്രസിന് ഫൈറ്റ് ചെയ്യാൻ പോലും അവസരം കൊടുക്കാത്തുള്ള വളരെ ചടുലമായിട്ടുള്ള BJPയുടെ ഒരു നീക്കമായിരുന്നു ഇത്. ഒരു സാമൂഹ്യ മാധ്യമത്തിലും ഒരു ദൃശ്യമാധ്യമത്തിലും ഒരു പത്രമാധ്യമത്തിലും ചർച്ചയാക്കാതെ ഒരു ചെറുപ്പക്കാരനെ BJPയുടെ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന BJP നടത്തിയിരിക്കുന്നത് വലിയൊരു സർജിക്കൽ സ്ട്രൈക്കാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട.